ബൈബിൾ ഇൻസൈറ്റ് ക്വസ്റ്റൻ ആൻസർ സെഷന്റെ 109 എപ്പിസോഡിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹ വന്ദനം. ഈ സെഷനിലെ ചോദ്യങ്ങളിലേക്ക് കടക്കുന്നു. ആദ്യത്തെ ചോദ്യം, എബ്രായ ലേഖനം 6-ാം അധ്യായം 18-ാം വാക്യത്തിൽ, അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടിവന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് ഭോഷ്ക് പറയുവാൻ കഴിയാത്തതുമായ രണ്ട് കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു. ചോദ്യകർത്താവ് ചോദിച്ചിരിക്കുന്നത് ഈ ഭാഗം ലളിതമായി ഒന്ന് വിശദീകരിക്കാമോ എന്നും ഇവിടെ രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്നുമാണ്. സ്തോത്രം. ഏറ്റവും ഡിഫിക്കൽട്ടായ ഒരു പോർഷൻ എടുത്തിട്ട് ലളിതമായി ഒന്ന് വിശദീകരിക്കാവുന്നത്. ഒരാള് കാർഡിയാക് അറസ്റ്റുമായിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുക, ലളിതമായിട്ടൊരു ശസ്ത്രക്രിയ, ലളിതമായിട്ട് ഒരു ഓപ്പൺ ഹാർട്ട് ചെയ്യണം പറയുന്നത്. പറയാൻ പറയുന്നത് അതുകൊണ്ട് എനിക്ക് ശരി വന്നത്. എബ്രായ ലേഖനത്തിൻ്റെ അത് എഴുതാൻ കാരണം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് അതിനോട് ചേർത്താണ് ഇതിൻ്റെ എല്ലാം മറുപടി പറയുന്നത്. അതുകൊണ്ട് ആൾക്കാർക്ക് അത് കേട്ടുകൊണ്ട് ഇത് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ട് വരത്തില്ല. ഇതിൻ്റെ ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് പറയുന്നത്, പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത്, ഈ വിശ്വാസം വിട്ടുപോകാൻ പ്രേരിതരാകുന്ന ദൈവമക്കൾ, യഹൂദന്മാർ. നമ്മളെന്ന് പറയുന്നത് നമ്മളല്ല കേട്ടോ, നമ്മളല്ല. ഒരു വലിയ പരിധി വരെ നമുക്ക് ഇതിനകത്ത് വലിയ സ്ഥാനമൊന്നുമില്ല. ഒരു പർട്ടിക്കുലർ സെൻസ് എടുക്കുകയാണെങ്കിൽ, പക്ഷെ ജനറൽ സെൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് വലിയൊരു സ്ഥാനം ഉണ്ടാകാനും. അപ്പം ഇവിടെ വായിക്കുന്ന അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം. നമ്മുടെ മുമ്പിൽ പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ നമ്മൾ വിട്ടുപോവുകയാണ് തിരിച്ച് റോമൻ സിനഗോഗിൽ ചെന്ന് മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ. പക്ഷെ അവിടുന്ന് ഇപ്പം ഈ ലേഖനം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലായ ശരിയല്ലെന്ന്. നമ്മൾ തിരിച്ച് ഓടി ഇങ്ങ് വരിക, റോമൻ സിനഗോഗ് വിട്ട് നമ്മളിങ്ങോട്ട് ഓടി വരിക. ആ നമുക്ക് മാറിപ്പോകാത്തതും ദൈവത്തിന് പോസ്റ്റ് പറയാൻ കഴിയാത്തതുമായ രണ്ട് കാര്യങ്ങളാൽ ശക്തി പ്രബോധനം പ്രാപിക്കും. നമ്മളിപ്പോൾ ശക്തിയും പ്രബോധനം പ്രാപിക്കാൻ കാരണം മാറിപ്പോകാത്തതും ദൈവത്തിന് പോസ്റ്റ് പറയാൻ കഴിയാത്ത രണ്ട് കാര്യങ്ങളാണ്. അതിൻ്റെ ഒരു ഡ്യുവലിസം ജനറൽ സെൻസിൽ ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഒന്ന്, ദൈവത്തിന്റെ അടുക്കൽ വരുന്ന ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം ഉണ്ടെന്നും വിശ്വസിക്കേണ്ടതല്ലയോ? അല്ലേ? ഈ കാണുന്ന പ്രപഞ്ചം ദൈവത്തിന്റെ വചനത്തെ ഉളവായെന്നും ഇങ്ങനെ കുറേ ഡ്യുവലിസം പറയുന്നുണ്ട്. ആ ഡ്യുവലിസം പറഞ്ഞിട്ട് ദൈവത്തിന് മാറ്റാൻ കഴിയാത്ത, മാറിപ്പോകാത്ത രണ്ട് കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. അതാണ് നമ്മുടെ നങ്കൂരം. അത് നമ്മൾ മുറുകെ പിടിച്ചിരിക്കുക. അവിടെ റോമൻ അല്ല, നമ്മുടെ പിന്നെ ജൂവിഷ് സിനഗോഗിൽ അവർ ഓഫർ ചെയ്യുന്നത്, അവിടെ ഒരു അതിപരിശുദ്ധ സ്ഥലമുണ്ട്, അവിടെ ഒരു മഹാപുരോഹിതനുണ്ട്. ഈ മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്ത് കയറുന്ന സമയത്ത് നമ്മൾ ഏതാവശ്യം പറഞ്ഞാലും നടന്നിരിക്കും.
ഉം. കാരണം മഹാപുരോഹിതൻ കയറുന്നത് മഹാപാപ പരിഹാര ദിവസമാണ്. അതെ. 100% ക്ലീൻ ആയിട്ട് ദൈവം നിന്നെ തിരിച്ചുവിടും. ഉം. 100% ക്ലീൻ ആയിട്ട് തിരിച്ചുവിടും. അടുത്തൊരു മാറ്റമില്ല, അതെ. ഒരു മാറ്റമില്ല. ഉം. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്. ഉം. ഈ കൊല്ലം കഴിഞ്ഞ് പിന്നെ അടുത്ത കൊല്ലം ഉള്ളൂ. അതെ. അതിനിടയ്ക്ക് വർഷത്തിലൊരിക്കൽ. കിട്ടുന്ന എല്ലാം നീ മേടിച്ച് കിട്ടിക്കണം. അതെ. ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഹിയർ ഈസ് എ ഹൈ പ്രീസ്റ്റ് ഹു ഈസ് സ്റ്റാൻഡിങ് ഇൻ ദ ഹോളിയസ്റ്റ് ഓഫ് ദ ഹോളി 24/7. ഉം. ഇവിടെ നിങ്ങൾക്കൊരു ഹൈ പ്രീസ്റ്റ് ഉണ്ട്. ഇവിടെ ഉം. പുതിയ നിയമത്തിൽ അതെ. പാപമൊഴികെ സകലത്തിനും നമുക്ക് തുല്യനായ പരീക്ഷിക്കപ്പെട്ട മഹാപുരോഹിതൻ ഉം. നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, ആകാശത്തിൽ കൂടെ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവനായതുകൊണ്ട് അവനെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായവൻ. അതാണ് ഈ മഹാപുരോഹിതന്റെ പ്രത്യേകത. ഈ മഹാപുരോഹിതൻ മോശയേക്കാൾ വലിയവനാണ്, ഉം. അഹരോനേക്കാൾ വലിയവനാണ്, ഉം. ദൂതന്മാരേക്കാൾ വലിയവനാണ്, സ്വർഗത്തേക്കാൾ വലിയവനാണ്. ഉന്നതനും. So this high priest has already entered into The most not holy. an earthly, not an earthly abode. ഉം. ഒരു ഭൂമിയിൽ കെട്ടിവെച്ച ഒരു മന്ദിരത്തിനകത്തല്ല കയറിയത്, സ്വർഗ്ഗത്തിലേക്ക്. പിന്നെ സ്വർഗത്തിലെ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചു. ഉം. ഇവിടെ ഇപ്പം DYFIക്കാരോ കമ്മ്യൂണിസ്റ്റുകാരോ അല്ല കോൺഗ്രസ്സുകാരോ BJPക്കാരോ എത്ര സമരം ഉണ്ടാക്കിയാലും ആ മഹാപുരോഹിതനെ അവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റുകയില്ല. ഉം. നീങ്ങി പോകത്തില്ല, അതെ. അതെ. നീങ്ങി പോകത്തില്ല. There is no change. അതെ. മാറ്റമില്ല. മാറ്റമില്ല. ഉം. അതാ ഒന്നാമത്തെ കാര്യം. ഉം. ഈ മാറ്റമില്ലാത്ത മഹാപുരോഹിതൻ അവിടെ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഉം. നിനക്കെന്നാ ഗുണം? നിനക്കുള്ള ഗുണം ഇതാ, നിനക്ക് അങ്ങോട്ട് കയറാൻ ഒരു വഴിയുണ്ട്. അതെ. യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടെ നമുക്ക് നമുക്ക് പുതുവഴിയെ. പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി നമുക്ക് തൻ്റെ രക്തം മൂലം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിനുള്ള ധൈര്യം. രണ്ട്, ദൈവാലയത്തിൽ നിന്റെ കാര്യം നോക്കാൻ ഒരു മഹാപുരോഹിതനുണ്ട്. അതുകൊണ്ട് ദുർമനസാക്ഷി നീങ്ങിമാറ്. ഹൃദയത്തെ തളിക്കുന്ന ഹൃദയങ്ങളിൽ തളിക്കും, കുഞ്ഞാടിന് രക്തം ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവർ, ശുദ്ധവെള്ളത്താൽ കഴുകപ്പെട്ടവർ, അത് വചനമാണ്. വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് ധൈര്യത്തോടെ നിനക്ക് ഈ കൃപാസനത്തിനട് വരാം. എപ്പോഴൊക്കെ വരാം? ഏത് സമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിക്കും. എപ്പോഴാണ് നിനക്ക് സഹായം വേണ്ടത്? അടുത്ത കൊല്ലം വരെ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. എപ്പോ സഹായം വേണോ അപ്പോഴീ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് നേരെ അകത്ത് കയറിച്ചല്ല, അകത്ത് കയറിച്ചല്ല. ആ പഴയ നിയമത്തിലെ സിനഗോഗിലെ വിശ്വാസിക്ക് ഒരിക്കലും കയറാൻ ഒക്കത്തില്ല. ഈ അതിപരിച്ച സ്ഥലത്ത് കയറാൻ ഒക്കത്തില്ല. നീ അബ്ബ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് അവിടെ കയറിച്ചല്ല. ഈ രണ്ട് കാര്യങ്ങളാണ് നീക്കവും മാറ്റമില്ലാത്തത്. ഒന്ന്, കർത്താവോട് നിൽക്കുന്നുണ്ട്, കർത്താവിനെ നീക്കിക്കളയാൻ ആരും കഴിയത്തില്ല. രണ്ട്, നിനക്ക് ലഭിച്ച വാഗ്ദത്തം, ഈ കുഞ്ഞാടിന്റെ രക്തത്തിൽ കൂടെ നിനക്കൊരു വഴിയുണ്ട്, നിനക്ക് പ്രവേശനമുണ്ട്. ആ പ്രവേശനം തടയാൻ ഒരു സമരക്കാർക്കും പറ്റത്തില്ലെന്ന്. ബ്ലോക്ക് ചെയ്തിരിക്കുക, സമരക്കാർ വന്ന് ബ്ലോക്ക് ചെയ്തിരിക്കുക. അത് പോയിട്ട് അത് കയറാനൊക്കത്തുള്ളെന്ന് ഒരു മനുഷ്യന് നിന്റെ വഴി അടച്ചിടാൻ കഴിയത്തില്ല. അത് പറഞ്ഞ് പൗലോസ് അവരെ ഉറപ്പിക്കുന്ന കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഗൗരവകരമായ ഒരു വിഷയമാണ്. വളരെ ഗൗരവകരമായ വിഷയമാണ്. ഇത് സിമ്പിളായിട്ട് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലിസിറ്റി എന്ന ഒരു പരിപാടി ഇല്ല.
അതെ അതെ താങ്ക് യു. ഓക്കെ, താങ്ക് യു വെരി മച്ച് സർ. ദൈവമക്കളുടെ ഒരു ഭാഗ്യകരമായ ഒരു പ്രത്യാശയാണിത്. ഭാഗ്യകരമായ അവസ്ഥയാ. ഫ്യൂച്ചർ 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 സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ഭാഗ്യകരമായ അതെ അതെ കണ്ടീഷനാണ്. അതെ. താങ്ക് യു. താങ്ക് യു വെരി മച്ച് വൺസ് അഗെയിൻ. അടുത്ത ചോദ്യം, 1 തിമോഥെയോസ് 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: യാതൊരുത്തന്റെ മേലും വേഗത്തിൽ കൈവയ്ക്കരുത്, അന്യന്മാരുടെ പാപങ്ങളിൽ ഓഹരിക്കാരനാകുകയും അരുത്, നിന്നെ തന്നെ നിർമ്മലനായി കാത്തുകൊള്ളുക. ചോദ്യകർത്താവ് ചോദിച്ചിരിക്കുന്നത് ഇത് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നതിനെ പറ്റിയാണോ അതോ മറ്റെന്തെങ്കിലും ആണ്? അടുത്ത ചോദ്യം, സ്ത്രീകൾക്ക് സ്ത്രീ പുരുഷന്മാരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് അനുവദനീയം ആണോ? നീ പറഞ്ഞ പോലെ കടുങ്കട്ട് ചോദ്യം അതിൽ പോയി. ഇത് കടുംപെട്ട ആരോ നമ്മുടെ മനഃപൂർവ്വം. ഓക്കെ, നമുക്ക് അങ്ങനെ പറഞ്ഞ് ഒഴിയാൻ പറ്റുമോ? നമ്മളിപ്പം പൊടിച്ചു കൊടുക്കുമ്പോൾ ബോർഡ് വെച്ചിരിക്കും, ആര് കൊണ്ടുവന്നാലും നമ്മൾ പൊടിച്ചു കൊടുക്കുന്നത്. 1 തിമോഥെയോസില് എഫെസോസിലേക്ക് അയക്കുക, അല്ലെ എഫെസോസിലാണ് തിമോഥെയോസ്. അപ്പോൾ അവിടെ ഒരു ആവശ്യം മൂപ്പന്മാരെ ആക്കണം, ലീഡേഴ്സിനെ. അപ്പോൾ ലീഡേഴ്സിനെ ആക്കുമ്പോൾ നീ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒന്ന്, പണിയൂട്ടീവ് മെഷേഴ്സിനൊരു കാര്യമുണ്ട്. പണിയൂട്ടീവ് മെഷേഴ്സ്. ഒരാള് വരിക, പിന്നെ അയാൾക്ക് കുറച്ച് പൊസിഷൻസ് വേണ്ടതിൽ കുറേ കാര്യങ്ങളുണ്ട്. ഈ കാര്യമായിട്ട് ഇദ്ദേഹം വരുന്ന സമയത്ത് ഈ ലീഡർ നേരിടുന്ന പ്രശ്നം അയാളെ എന്തോ ചെയ്യണമെന്നുള്ളതാണ്. അത് കാര്യം അയാൾ ഒരു തെറ്റുകാരനാണെന്ന് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആ ഇൻഫർമേഷന്റെ ബേസിസിൽ നീ അയാളുടെ ഒരു ആക്ഷൻ എടുക്കരുത്. 2 or 3 സാക്ഷികൾ തെളിവായിട്ട് വരണം. തെളിവായി വന്ന ശേഷം മാത്രമേ അയാളുടെ ഒരു ആക്ഷൻ നിനക്കെടുക്കാൻ അനുവാദമുള്ളൂ. നീ പുറത്തു പോകണം, അല്ലെങ്കിൽ നീ കണ്ടിന്യൂ ചെയ്യണം. നിനക്ക് ഇന്ന പൊസിഷനിൽ വരാം, നിനക്ക് ആ പൊസിഷനിൽ നിൽക്കാൻ ഒക്കത്തില്ല. വേഗത്തിൽ ആരുടെ പേരും കൈവയ്ക്കരുത് എന്ന് പറയുന്നത് ഈ പെട്ടെന്ന് കയറി ആരെയും കൈവപ്പ് ശുശ്രൂഷ കൊടുത്ത് ശുശ്രൂഷയ്ക്ക് വേണ്ടി മുന്നോട്ട് കൊണ്ടുവരരുത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിൽ തെറ്റില്ല. ഒരാള് മൂപ്പനായിട്ട് കൊണ്ടുവരുമ്പോഴേക്ക് ഒത്തിരി ശ്രദ്ധിക്കണം. പക്ഷെ അതല്ല ഈ കോൺടെസ്റ്റിന്റെ ഉദ്ദേശം. ഈ കോൺടെസ്റ്റിന്റെ ഉദ്ദേശം ഞാൻ ആദ്യം പറഞ്ഞത്, when you take a punitive action, വളരെ കെയർഫുൾ ആയിരിക്കണം. പെട്ടെന്ന് കയറി പണിഷ്മെന്റ് ഡിക്ലെയർ ചെയ്ത് കളയരുത്. ഡോണ്ട് ഡു ദാറ്റ്. അടുത്തത് സഹോദരിമാരുടെ വിഷയമാണ്. ഈ സഹോദരിമാരുടെ വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. അത് വിശുദ്ധന്മാർക്കും ദൈവസഭകൾക്കും അനുകരണീയമായ ഒരു മോഡസ്റ്റി ഉണ്ട്. ഒരു മോഡസ്റ്റി ഉണ്ട്. ഈ മോഡസ്റ്റി സഹോദരിമാർ മെയിൻറ്റെയിൻ ചെയ്തേ പറ്റത്തുള്ളൂ. There is no compromise on it. ഇവിടെ സഹോദരിമാർക്ക് സഭയിൽ ഒരുപാട് റോളുണ്ട്. അവർക്ക് പ്രാർത്ഥിക്കാൻ റോളുണ്ട്. അവർ ദൈവത്തെ ആരാധിക്കാനും പാട്ടുപാടാനും കൈയടിക്കാനും പെർമിഷനുണ്ട്. അവർക്ക് പ്രവചിക്കാൻ പെർമിഷനുണ്ട്.
പ്രവചിക്കാൻ, ഒരു വചനം പഠിപ്പിക്കാനും പ്രമാണമുണ്ട്. ഉം. ഇനിയും ചർച്ചിൻ്റെ നടപടിക്രമങ്ങളെ പറ്റി ഉം. എൻ്റെ സീനിയർ പാസ്റ്റർ മൂപ്പന്മാരെ വിളിച്ച് സംസാരിക്കുന്ന മീറ്റിംഗ് ഉണ്ട്. ഉം. അത് സഭായോഗമല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന വർഷിപ്പ് സർവീസ് അല്ല, അല്ല അല്ല. ഉം. വർഷിപ്പ് സർവീസ് അല്ല. ഉം. അത് ഇപ്പം സഭയ്ക്ക് ഓരോ സമയത്ത് ഓരോ പ്രശ്നങ്ങളുണ്ടല്ലോ, ഓരോ ട്രബിൾസ് ഉണ്ടല്ലോ. അതിൽ ഒന്നിൽ സഭയുടെ അവിടുത്തെ മെയിൻ പാസ്റ്റർ, മെയിൻ ശുശ്രൂഷൻ, ഉം. അദ്ദേഹം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഉം. ചില പ്രത്യേക വിഷയങ്ങൾ അദ്ദേഹത്തിന് വെളിപ്പെട്ട് വരും. ആ വിഷയങ്ങളനുസരിച്ച് സഭാകാര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് വേണ്ടി മൂപ്പന്മാരെ വിളിക്കുക. ഉം. അവിടെ മിനിസ്ട്രി ഓഫ് അതോറിറ്റിയാണ്. Yes. അധികാരത്തിന്റെ ശുശ്രൂഷ. അങ്ങനെ ചെയ്യണം എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. പൗലോസ് അല്ലേ, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, കൽപ്പനയാണല്ലേ. ഉം. അവിടെ വരുമ്പം സഹോദരിമാര് അവിടെ മിണ്ടാതിരുന്നു. ഉം. ഒരു കാര്യം ഞാൻ മനസ്സിലായില്ല, ഉം. കുറിച്ച് വെക്കണം. വീട്ടിൽ നിന്ന് ഹസ്ബൻഡ് വെച്ചാൽ പാസ്റ്റർ ഈ കാര്യത്തിൽ എന്തോ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ലല്ലോ. ഉം. അച്ഛനത് പറഞ്ഞു കൊടുക്കുക. അച്ഛൻ മനസ്സിലായി, അച്ഛൻ്റെ പാസ്റ്റർ വന്നേരം പാസ്റ്റർ അതെങ്ങനെയാണെന്നുള്ളത് ചോദിക്കണം. എന്നിട്ട് അച്ഛനെ അമ്മമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കണം. ഉം. അല്ല മീറ്റിംഗ് ഇടയ്ക്ക് സഹോദരി കയറി അതിവിടെ പറ്റത്തില്ല, ഉം. ഇവിടെ ഇങ്ങനെ ഉം. എന്ന് കയറി അധികാരത്തിന്റെ സ്വരത്തിൽ സംസാരിക്കാൻ പാടില്ല, ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല. അനുവദിക്കുന്നില്ല. Yes. അപ്പൊ സഭായോഗങ്ങൾ മിണ്ടാതിരിക്കട്ടെ എന്നുള്ളത് ഈ മീറ്റിംഗ് ആണ്. ഏത് മീറ്റിംഗ് അല്ല, നമ്മുടെ വർഷിപ്പ് സർവീസ് അല്ല, മീറ്റിംഗ് അല്ല. ഉം. നമ്മൾ വരികിൽ കടയിൽ കൂടെ പോയി തന്നെ പഠിക്കേണ്ട ഒരു ലേഖനമാണ് കൊരിന്ത്യർ ലേഖനം. ഉം. കൊരിന്ത്യരിൽ നിന്ന് വരികൾക്കകത്ത് ഇറങ്ങി പോട്ടെ, പുസ്തകത്തിൽ വരുന്നില്ല, അങ്ങ് ഉപരിതലത്തിലല്ലേ നമ്മൾ നിൽക്കുന്നത്. അതെ. ഇതൊന്നും പഠിച്ചിട്ടല്ല ഒരു കാര്യം ചെയ്യുന്നത്. ഉം. അപ്പൊ അതുപോലെ മിനിസ്ട്രിയും അതോറിറ്റിയുടെ മിനിസ്ട്രി ഉണ്ട്. ഉം. അതിലൊന്ന് സ്നാന ശുശ്രൂഷ, ഉം. വിശുദ്ധ തിരുവത്താഴ് ശുശ്രൂഷ, വിവാഹ ശുശ്രൂഷ. ഉം. ഇത്തരം അധികാരത്തിന്റെ ശുശ്രൂഷകളുണ്ട്. ഉം. ആ ശുശ്രൂഷകൾ ദൈവം പുരുഷനെ ഏൽപ്പിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്കൊരു ശുശ്രൂഷ ഇരുന്നിട്ട് ഞാൻ തരം താണവനാണെന്ന് അല്ല എൻ്റെ അർത്ഥം. ദൈവം തരം താഴ്ത്തിട്ടില്ലല്ലോ. അതെ. ദൈവത്തിന് മുമ്പിൽ രണ്ട് വാല്യൂ സിസ്റ്റം ഇല്ല, മനുഷ്യനും പുരുഷനും സ്ത്രീ, ഒറ്റ വാല്യൂ സിസ്റ്റമേ ഉള്ളൂ. ഉം. അപ്പം ഇത് വെസ്റ്റേൺ ചേർച്ചിനെ സംബന്ധിച്ചോളം വെസ്റ്റേൺ കൾച്ചർ എന്ന ആ ഒരു ഇതിനകത്ത് ക്രിസ്ത്യൻ ബൈബിളിനെ കൊണ്ടങ്ങിടുക. ഉം. വെസ്റ്റേൺ കൾച്ചർ ഫ്രെയിം വർക്ക് ഉണ്ടാക്കി, ഒരച്ചുണ്ടാക്കി. ഉം. ആ വെസ്റ്റേൺ കൾച്ചർ എന്ന അച്ചിനകത്ത് ഈ ബൈബിളിനെ കൊണ്ടിട്ടു. മനസ്സിലായി? അപ്പം വെസ്റ്റേൺ കൾച്ചറിലെ എല്ലാ വൃത്തികേടുകളും ക്രിസ്ത്യാനിറ്റിക്ക് പിന്നെ പെർമിറ്റഡ് ആണ്. ഉം. വെസ്റ്റേൺ കൾച്ചറിൽ സ്ത്രീയെ ഈ പിന്നെ അനുചിതമായ രീതിയിൽ വസ്ത്രധാരണം ചെയ്യുന്നു. ഉം. ചർച്ചിലും വരാം, ഉം. കാര്യം അവരുടെ പബ്ലിക് ലൈഫിൽ അങ്ങനെ ഇല്ലയോ? അതെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളൂ, നമുക്ക് രണ്ട് ലൈഫില്ല. അതെ. ചർച്ചിനകത്ത് ഒരു ലൈഫും ചർച്ചിന് പുറത്ത് വേറെ ലൈഫ്. മൺഡേ ടു ഫ്രൈഡേ നമ്മൾ സാറ്റർഡേ സെക്യുലർ വേൾഡിൽ എങ്ങനെ ജീവിക്കുന്നു അതേ സ്റ്റാൻഡേർഡിൽ സൺഡേയിൽ നമ്മൾ പാലിക്കേണ്ടത്. എന്ന് പറയുമ്പോൾ സൺഡേയിൽ പാലിക്കാൻ നമുക്ക് നിയമം തന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് സെക്യുലർ വേൾഡിൽ അടുത്ത 6 ദിവസം കൊണ്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ വെസ്റ്റേൺ ചർച്ച് പറഞ്ഞാൽ അവരുടെ റിയൽ ലൈഫിൽ അതാണ്. അവർ റിയൽ ലൈഫിൽ അതും കണ്ടുകൂടിയും
എക്സ്ട്രാ മാരിറ്റൽ സെക്സും അതെ. ലിവിങ് ടുഗദറും എന്ന് വേണ്ടി സകല കുളരാഴികളുമുണ്ട്. പിന്നെ ഇപ്പൊ എനിക്കൊരു 10 വർഷമായി ഗവൺമെന്റ് നിയമങ്ങൾ മാറ്റി. ഉം. നമുക്ക് മനഃപൂർവ്വം നമുക്കൊരു നഷ്ടമുണ്ടാക്കാം. ഉം. നമുക്കൊരു നഷ്ടമുണ്ടാക്കാം. ഉം. ഞാനും ഒരിക്കലും ട്രാപ്പിനകത്ത് വീണു. എനിക്ക് അത്രയും ബുദ്ധിയില്ലല്ലോ. ഉം. ഈ ജനിച്ചപ്പോൾ എല്ലാം ബുദ്ധിമുട്ടല്ലോ മാം ജനിക്കുന്നത്. ഉം. അതെ അതെ. മുഴുവൻ പറഞ്ഞു. ഇപ്പൊ ചില സമയത്ത് ചെയ്ത് കഴിയുമ്പോൾ ദൈവം നേരം മിണ്ടാതിരിക്കും. അതുകൊണ്ട് ദൈവം 2 അടി തരും. എന്നിട്ട് പറയും ഇടാ മേലാളി ചെയ്യരുത് പറയും. നമ്മളൊരു പ്രോഡക്റ്റ് മേടിച്ചു. ആ പ്രോഡക്റ്റിന് എന്തുണ്ട്? 1 വർഷത്തെ ഗ്യാരണ്ടിയും 3 വർഷത്തെ വാരണ്ടിയും ഉണ്ട്. ഉം. ഈ 1 വർഷം നമ്മൾ അടിച്ച് പൊളിച്ചതങ്ങ് ഉപയോഗിക്കുക. ഉം. 1 വർഷം തീരുന്നതിന് നമ്മൾ എന്ത് ചെയ്തു? കടയിൽ കൊണ്ട് കൊടുത്തു. കടയിക്കോട്ടെ കൊടുക്കും. എന്നാ അത് എനിക്ക് ഐ എം നോട്ട് ഹാപ്പി വിത്ത് ഇറ്റ്സ് പെർഫോമൻസ്. ഓക്കെ, എടുത്തിട്ട് വേറെ കൊടുക്കുക. ഉം. അപ്പൊ കാലമെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? അതെ അതെ. പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഞാനൊരിക്കലും ഫോട്ടോ കോപ്പി മെഷീൻ പിടിച്ചു. വലിയ കോപ്പി മെഷീൻ. ഉം. വലിയ കോപ്പി മെഷീൻ പിടിച്ചിട്ട് മേടിക്കുമ്പോഴേ എനിക്കറിയാം എനിക്ക് ഈ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയത്തില്ല. ഓക്കെ. ഇത് പഠിക്കും. ഇത് ഓപ്പറേറ്റ് ചെയ്ത് അടിച്ചും പെറുക്കി ഇപ്പൊ പഠിക്കും. പഠിച്ച് എക്സ്പെർട്ട് ആയി കഴിയുമ്പോഴത്തേക്ക് ഇതൊരു വരുവാണല്ലോ. ആ വേറൊന്നും മേടിക്കാം. അതെ, ഗ്യാരണ്ടി പീരീഡ് ഉണ്ട്. ഓക്കെ. ഈ പരിപാടി ഞാനും കാണിച്ചു വെച്ചു. God was very, very displeased with me. God was very, very displeased with me. അപ്പം ഇങ്ങനെ ഇതുപോലെ ഈ ഇതൊന്നും മേടിക്കുക. കോമ്പൻസേഷൻ നമുക്ക് ഇഷ്ടമായില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോമ്പൻസേഷൻ ഉണ്ട്. അതെ അതെ. ആ ഇവിടുത്തെ പെണ്ണുങ്ങളുടെ പരിപാടി ഇങ്ങനെ രാവിലെ പോലെ ഇരിക്കുക. എവിടെ ഉണ്ടോ കോമ്പൻസേഷൻ മേടിക്കാൻ. ഇവിടെ ബസ്സിൽ കയറുന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിൽ നിന്ന് അങ്ങ് ചൊറിഞ്ഞങ്ങ് കയറും, നിരങ്ങി. അപ്പോൾ അവിടെ കൈയുടെ എവിടെയോ കാലിൻ്റെ എവിടെയെങ്കിലും മുട്ടും. അപ്പോൾ എന്തോ പറ്റി? അത് ബേസുകാര് അവരുടെ ഷാസി പണിതപ്പം അതിലെന്തോ പബ്ലിക്കിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ പണിതുകൊണ്ടാണ് എൻ്റെ കാല് പോയി. മനസ്സിലായി? അപ്പോഴത്തേക്ക് ഒരു ഡാക്ടറെ കാണുന്ന അയാൾ വലിയൊരു സംഭവമാക്കി മാറ്റുന്നു. സോളിസിറ്റേഴ്സ് തൻ്റേതല്ലാത്ത കുറ്റം കൊണ്ട് ആക്സിഡന്റ് പറ്റിയവിടെ അങ്ങനെ കുറെ ആക്സിഡന്റ് സോളിസിറ്റേഴ്സ് ഉണ്ട്. അവർ പറയുന്നത് പൈസ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഉപയോഗിച്ചെടുക്കാം, കിട്ടിയില്ലെങ്കിൽ നീ എനിക്കൊന്നും തരണ്ട, കിട്ടിയില്ലെങ്കിൽ എനിക്കൊന്നും തരണ്ട. എൻ്റെ മോം പബ്ലിക്കിന്റെ എന്തുമാത്രം പൈസയാണ് നഷ്ടമായെന്നറിയാം. അവസാനം ഈ ലോ തന്നെ ദൈവം തിരിച്ചെടുത്തു. പെണ്ണുങ്ങൾ ഒരു പണിയും ചെയ്യത്തില്ല, ഇങ്ങനെ ഇരിക്കുക. ഇങ്ങനെ എന്തെങ്കിലും ആക്സിഡന്റോ അപകടമോ അനാപത്തോ കാര്യങ്ങളോ കൂര്യങ്ങളോ ഉണ്ടാക്കിയിട്ട് വീട്ടിൽ ഉപയോഗിക്കുന്ന സകല ഉപകരണങ്ങളും എന്നും ബ്രാൻഡ് ന്യൂ ആണ്. ഇലക്ട്രിക് ഉപകരണങ്ങൾ എന്നും ബ്രാൻഡ് ന്യൂ ആണെന്ന്. ഫ്രിഡ്ജ്, TV, വാഷിംഗ് മെഷീൻ, ഡ്രയർ, പിന്നെ ഈ ഇതുണ്ട് ചൂടാക്കാൻ ഉപയോഗിക്കുന്ന ആ കുന്തം, മൈക്രോവേവ്, ഇതെല്ലാം ബ്രാൻഡ് ന്യൂ ആ. അപ്പൊ നോക്കിക്കോണേ എന്തോ ഒരു നഷ്ടമാണ് ഇവർ കാണിച്ചു വെക്കുന്നത്. ഗുഡ് മീ. അപ്പം വി ആർ നോട്ട് അലൗഡ് ടു ഡു ദാറ്റ്. വി ആർ നോട്ട് അലൗഡ് ടു ഡു ദാറ്റ്. അപ്പം ദൈവം നമുക്ക് ജീവിക്കാൻ വെച്ചിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉണ്ട്. There is a standard of living that God wants us to be. ഇവിടെ ഈ നമ്മൾ പറഞ്ഞു വന്ന കാര്യത്തില് തിമോഥെയോസിന്റെ ലേഖനമാണ് സംഗതി. എന്നെ തിമോഥെയോസാണ് സംഗതി. അവിടെ സഹോദരിമാരുടെ ഈ സഹോദരിമാരുടെ അഴിഞ്ഞാട്ടം എന്നുള്ളതാണ് വെസ്റ്റേൺ സൊസൈറ്റിയുടെ നാശം. പറഞ്ഞിട്ടുണ്ട് ഇത് ചെയ്യരുതെന്ന്. ഇപ്പോൾ സഹോദരിക്ക് ഇച്ചിരി അഭിഷേകം നല്ല കാര്യം, എനിക്കന്ന് വലിയ ഇഷ്ടമാണ് സഹോദരിമാർക്ക് അഭിഷേകം പ്രാപിക്കുന്നത്. അത് പറഞ്ഞിട്ടുണ്ടെന്നുള്ളൂ, ചുമ്മാ നുണ പറഞ്ഞുകൊണ്ടിരിക്കാതെ. അതിങ്ങോട്ട് വന്നിട്ട് പിന്നെ മര്യാദയ്ക്ക് തുണി കൊടുക്കുമോ? ഇച്ചിരി റൗക്ക പോലെ കുന്തം അങ്ങോട്ട് ഇട്ടിട്ട് നിൽക്കുന്ന നിപ്പെന്ന് പറഞ്ഞാൽ ദൈവം തമ്പനെ പാപം ചെയ്യാതിരിപ്പാൻ
എന്തുമാത്രം കഷ്ടപ്പെടുക ഞങ്ങളെ പോലെ ആളുകൾ പള്ളിയിൽ പോയാൽ. എവിടെയെങ്കിലും തുണിയോ വല്ലതും ഉണ്ടോ? പിന്നെ കാണിക്കുന്ന കൊള്ളരാഴി എന്തൊക്കെയാ, ഉം. എന്തോ വലിയ അച്ചീവ്മെന്റ് ഉം. നടന്നുള്ള രീതിയിലാണ്. അപ്പം ഉം. സഹോദരിമാര് കൺട്രോൾഡ് ആയിരിക്കണം ദൈവസഭയിൽ. അവർക്കിഷ്ടം പോലെ എന്തും ചെയ്യുന്നതിന് വേണ്ടി അവരെ കെട്ടഴിച്ചു വിടാൻ പാടില്ല. കാരണം ഒരിക്കൽ അതെ അതെ അതെ. സഹോദരിമാരെ കെട്ടഴിച്ചു വിട്ടു, ദൈവത്തിന് ഭയങ്കര ദേഷ്യം ഉണ്ടായി. കാരണം നീ എന്തുകൊണ്ട് ഈ ജനത്തെ ഇങ്ങനെ കെട്ടഴിച്ചു വിട്ടെന്ന് ചോദിച്ചു. അല്ലേ? ദൈവസഭയെന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട്ലി ഉം. ഡിസിപ്ലിൻഡ് ആണ്. Yes, yes, yes. 100% ഡിസിപ്ലിൻഡ് ആണ്. ഓക്കെ, ദാറ്റ്സ് മൈ ആൻസർ. ഉം. യെസ്. Yeah. അപ്പോൾ ഇതിലെ ചോദ്യകർത്താവ് ചോദിച്ചിരിക്കുന്നത് സ്ത്രീകൾക്ക് അന്യ സ്ത്രീ പുരുഷന്മാരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ? അതും അനുവദനീയമല്ലല്ലോ അല്ലെ? അതിനകത്ത് കാര്യമുണ്ട്. ഇപ്പം എൻ്റെ ഭാര്യയെ വേറൊരു പാസ്റ്ററുടെ ഭാര്യയ്ക്ക് വേറൊരു സഹോദരിക്ക് കൈവച്ച് പ്രാർത്ഥിക്കാം, ഒരു കുഴപ്പമില്ല. എൻ്റെ മണ്ടയ്ക്ക് വേറെ സ്ത്രീ കൈവെക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അതിനകത്തൊക്കെ ടെംപ്റ്റേഷൻ്റെ എമൗണ്ട് വളരെ കൂടുതലാണ്. കാരണം ജഡത്തിൽ നാം പരീക്ഷിക്കപ്പെടാതെ സൂക്ഷിക്കണം. അതുകൊണ്ടാണ്. യെസ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു വെരി മച്ച് സർ. അടുത്ത ചോദ്യം, യെഹെസ്കേൽ പ്രവചനം 16-ാം അധ്യായം 2-ാം വാക്യത്തിൽ യഹോവയായ കർത്താവ് യെരൂശലേമിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിന്റെ ഉൽപ്പത്തിയും നിന്റെ ജനനവും കനാൻ ദേശത്താകുന്നു. നിന്റെ അപ്പൻ അമോര്യനും അമ്മ ഹിത്യ സ്ത്രീയും അത്രേ. ഈ വാക്യത്തിന്റെ വിശദീകരണമാണ് ചോദ്യകർത്താവ് ചോദിച്ചിരിക്കുന്നത്. വിശദീകരണമൊന്നുമില്ല. ഒന്നുമില്ല. കാരണം ഇസ്രയേൽ ഒരു ജനതയായിട്ട് ഫോം ചെയ്യപ്പെടുന്ന മിസ്രൈമിലാണ്. ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റി ആകുന്നത്. എന്നാൽ അവരുടെ ബർത്ത് ജെർമിനേറ്റിംഗ് പോയിന്റ് കനാൻ ദേശമാണ്. അവിടെ അമോര്യ ഫാമിലിയിൽ നിന്ന് ഉള്ള ഒരു മനുഷ്യനും ഹിറ്റൈറ്റ് പാരമ്പര്യത്തിനുള്ള സ്ത്രീയും അവര് കല്യാണം കഴിച്ച് അവരോട് താമസിക്കുന്നു. അബ്രഹാം സാറായും. പുറമോട്ട് തിരിഞ്ഞു നോക്കിപ്പോയാൽ ഒരു കാര്യം മനസ്സിലായിക്കണം, ഇത് രണ്ടും പിൽക്കാലത്ത് ദൈവം സംഹരിച്ചു കളഞ്ഞ വർഗങ്ങളാണ്. അമോര്യർ, ഹിത്യർ, പെരിസിയർ, ഗിർഗസിയർ എന്ന് പറഞ്ഞ ഇവരെ മുഴുവനും സംഹരിച്ചു കളഞ്ഞതാണ്. അതിൻ്റെ അർത്ഥം ദൈവത്തിന് നിൽക്കാൻ ഒരു യോഗ്യതയുള്ളതല്ല നിന്റെ അപ്പൻ്റെ കുടുംബം, നിന്റെ അമ്മയുടെ കുടുംബം. കൂടുതൽ വിളച്ചിൽ കാണിക്കരുത് എന്ന് പറയാൻ ഇവരെ ബാബിലോണിൽ ചെന്നല്ലോ. ഇവർ വലിയ മിടുക്കന്മാരോ കേട്ടോ. കച്ചവടമൊക്കെ ഉണ്ടാക്കി മറ്റുള്ള മനുഷ്യൻ്റെ കാശിലൊക്കെ പോക്കറ്റിലെ കാശ് ഇവരുടെ പോക്കറ്റ് എങ്ങനെ എത്തിക്കാമെന്നുള്ള ഇവർക്കറിയാം. അതുപോലെ ലോകത്തിൽ ഒരു മനുഷ്യർക്കും അറിയത്തില്ല. ഇവർ ബാബിലോണിൽ ചെന്നു, അടിമകളായി പോയവരാ. അവിടെ ചെന്ന് നാട്ടുകാരെക്കാർ പൈസക്കാരായി. അപ്പൊ ഇവരില്ല രാജ്യം പോകത്തുന്ന അവസ്ഥയായി. അഹങ്കാരമോ അയ്യോ, നമ്മളെ പിന്നെ നാസ അവർക്ക് നല്ല എഞ്ചിനീയേഴ്സിന് വേണമെങ്കിൽ ലോകത്തിൽ എവിടെയും പോയി പൊക്കിക്കൊണ്ടുവരുമെന്ന് പറയുന്നത്. നാസ പൊക്കിക്കൊണ്ടുവന്ന സ്പെഷ്യൽ എഞ്ചിനീയർ എന്നുള്ള ധാരണ നടക്കുന്നത്. യെഹെസ്കേലിനോട് ദൈവം അതെ കൂടുതൽ വിളയത് നിന്റെ അപ്പനും നിന്റെ അമ്മയും നിന്റെ വല്യപ്പനും വല്യമ്മയും അവരുടെ കുടുംബത്തെ ദൈവം സംഹരിച്ചു കളഞ്ഞതാണ്. ദൈവത്തിന്റെ ഒരെണ്ണം നീക്കാൻ ബാക്കിയില്ലാതെ സംഹരിച്ചു കളഞ്ഞതാണ്. അവരെ ആ കുടുംബത്തിൽ ദൈവം തിരഞ്ഞെടുത്തില്ലായിരുന്നെങ്കിൽ നീ ഒന്നും കാണത്തില്ലായിരുന്നു.
അതുകൊണ്ട് ഞെളിയാതെ ഭയപ്പെടുക. ഭയപ്പെടുക. അതാണ്. അതതിൻ്റെ അർത്ഥം. ഓക്കെ താങ്ക് യു വെരി മച്ച് സർ. അടുത്ത ചോദ്യം, ഉം. മത്തായി സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. ഉം. ജീസസ് വാസ് ലെഡ് ബൈ ദ സ്പിരിറ്റ്. ഉം. In verse 5, the devil took him up. In verse 8, again the devil took him up. Question ഇതാണ്, why Jesus went to all these places to be tempted by the devil? Why this devil is taking Jesus to different places? Jesus could have avoided him by not going there. We also read that resist the devil and he will flee from you. മലയാളത്തിൽ, അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. 5-ാം വാക്യത്തിൽ, പിന്നെ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി. 8-ാം വാക്യത്തിൽ, പിന്നെ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ ഏറ്റവും ഉയർന്ന ഒരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി. എന്തുകൊണ്ട് യേശു കർത്താവ് പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ ഇവിടെയെല്ലാം പോയി? യേശു പോകാതെ ഇരുന്നുവെങ്കിൽ ഇങ്ങനെ സാത്താനാൽ പരീക്ഷിക്കപ്പെടുകയില്ലായിരുന്നല്ലോ. പിശാചിനോട് എതിർത്ത് നിൽക്കുവീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും എന്നല്ലേ വചനത്തിൽ പറയുന്നത്? ഭയങ്കര ബുദ്ധിയായി ചോദിച്ചാണ് കേട്ടോ. ഞാൻ പറഞ്ഞ ഈ തലമുണ്ട മഞ്ഞ് കൊള്ളിക്കരുത്. കാര്യം അതുകൊണ്ട് ഒരുപാട് ഭാവി കാര്യങ്ങൾ സംഭവിക്കേണ്ടത്. ഞാൻ പറയുന്ന ഒരു എക്സ്പീരിയൻസ് മാവനും ഉണ്ടായി കാണാനാണ് സാധ്യത. MA-ക്ക് പഠിക്കുമ്പോൾ ഒരു ക്ലാസ് റൂമിൽ നിന്ന് പഠിക്കുന്നത്, ഒരു ക്ലാസ് റൂമിൽ ചേഞ്ച് അതുപോലെ തന്നെ ഇരിക്കും പഠിക്കുന്നത്. പഠിത്തം കഴിഞ്ഞപ്പോൾ എക്സാമിനേറ്റ് ചെയ്യുന്നു, വേറൊരു ക്ലാസ് റൂമിൽ, പിറ്റേ ദിവസം വേറൊരിടത്താണ്, പിറ്റേ ദിവസം വേറൊരിടത്താണ്. അങ്ങനെ എക്സാമെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ വേണ്ടൊരു കത്ത് വരുന്നു, വാടാ ഇവിടെ വൈവ വയ്ക്കെന്ന് പറഞ്ഞു. അത് ഇവിടെയല്ല, വേറൊരിടത്താ വൈവ. പിന്നെ എന്തിനാ ഇതിൻ്റെയൊക്കെ പറയാൻ പോയത്? എന്നെ കൊണ്ട് സൗകര്യമില്ലെന്ന്. എന്നെ കൊണ്ട്, ഞാൻ ക്ലാസ്സിൽ ഇരുന്ന് നല്ലോണം പഠിച്ചിട്ടുണ്ട്, അതിനപ്പുറം എന്നെ അവിടെ ഇവിടെ ഒന്ന് പിടിച്ചു വരുന്ന എന്നെ കൊണ്ട് ഒക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഈ ജന്മം പോസ്റ്റ് ഗ്രാജുവേഷൻ പാസ്സാകത്തില്ല. ശരിയെന്നോ? എഴുതിയ ഓരോരുത്തർ പ്രാക്ടിക്കലിന് പോയത്, വൈവായിക്ക് പോയത് വേറെടുത്ത്, ഇതെല്ലാം പാസ്സായതുകൊണ്ടാണ് ആ സർട്ടിഫിക്കറ്റ് കിട്ടിയത്. പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് അല്ലേ? പരീക്ഷ ഒഴിവാക്കുന്ന മനുഷ്യൻ ഭാഗ്യമാണെന്ന് ബൈബിള് പറഞ്ഞില്ല. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞാൻ കൊള്ളാവുന്നവനാണെന്ന് ലോകത്തിന് മുമ്പാകെയും ദൈവത്തിനും തെളിയുന്നത് ഞാൻ അനുഭവിക്കുന്ന പരീക്ഷകളാണ്. പരീക്ഷയ്ക്ക് പോകാത്തവനോ? ഇവിടെ പരീക്ഷയ്ക്ക് പോകുന്നത് ജീവിതത്തിൽ എന്തെങ്കിലും കാര്യത്തിന് കൊള്ളാവുന്നില്ലേ? എല്ലാ പരീക്ഷയും നീ ഒഴിവാക്കി, നിന്റെ ജീവിതത്തിന് എന്തിനെങ്കിലും കൊള്ളാം. ആർ യു ഗുഡ് ഫോർ എനിത്തിങ്? ഒന്നും പ്രാപിക്കാൻ പറ്റിയ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ പരീക്ഷിക്കുന്നതിന് സാത്താനെ ദൈവം അനുവദിക്കുക. അടുക്കാൻ പേടിയാ സാത്താൻ ഇയാളിനെ, അറിയാം. പരിശുദ്ധാത്മാവ് സാത്താൻ ഇരിക്കുന്നിടത്ത് കൊണ്ട് യേശുവിനെ കൊടുക്കുക. പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു അല്ലേ? എന്നിട്ട് പരിശുദ്ധാത്മാവ് മാറി നിന്നു. കാരണം എന്താ? അടുക്കാൻ പറ്റുമോ അവന്? ഇതാരായിരിക്കുന്നത്? അവന് നല്ലവണ്ണം അറിയാം. അവൻ്റെ കൊണ്ടുപോകും, നീ പരീക്ഷിക്കാൻ പറഞ്ഞു. അപ്പം പിശാചിന് ഇയാളിനെ പരീക്ഷിക്കാൻ പറ്റും. കാരണം ഇയാളുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രെങ്താണ്, സ്പിരിച്വൽ. ജലപാനമില്ലാതെ 40 രാവും 40 പകലും ഇരിക്കാം. അപ്പം സ്ട്രെങ്ത് മുഴുവൻ പോയല്ലോ, മുഴുവൻ ഫിസിക്കൽ സ്ട്രെങ്തും പോയല്ലോ.
ഉം. ഇനി നീ വാ. വന്നു. ഏതെല്ലാം രീതി പരീക്ഷിക്കാമോ ഉം. ആ രീതിയിലെല്ലാം പരീക്ഷിച്ചു. ഏൽപ്പിച്ചു കൊടുക്കുക. പരീക്ഷിക്കരുതെന്ന് പറയത്തില്ല, ഏൽപ്പിച്ചു കൊടുക്കുക. ഏൽപ്പിച്ചു. അല്ലേ? ഓരോ പരീക്ഷയിലും ഭോ സാത്താൻ എന്നല്ല പറയുന്നത്, വചനമെന്ന വാളെടുത്തു. എന്നെ അന്യഭാഷ പറഞ്ഞ് ജയിപ്പിക്കുക. നമ്മളാണ് പിശാചിനെ അന്യഭാഷ പറഞ്ഞ് ജയിപ്പിക്കും. പ്രത്യേകിച്ച് ഞാനൊക്കെ ഒരു കാലത്ത്. ഇപ്പം ഞാൻ പണിക്ക് പോകത്തില്ല. നല്ല കടുപ്പത്തിന് അന്യഭാഷ പറഞ്ഞ് കേട്ടാൽ സാത്താൻ ഓടിപ്പോകുന്ന നമ്മുടെ കാര്യം. ഓക്കെ. അപ്പം അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അത് യേശു ക്രിസ്തുവിൻ്റെ പരീക്ഷയുടെ ഒരു പോയിന്റ് ആണെങ്കിൽ അടുത്ത 3.5 വർഷവും പരീക്ഷയിൽ കൂടെ തന്നെ നടന്ന് ദി ആക്മി ഓഫ് ഓൾ ദ ടെസ്റ്റ് എന്ന് പറയുന്നത് ക്രൂശ. ആക്മി മീൻസ് ദ ഹയസ്റ്റ് പോയിന്റ്. ദി ഹയസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ക്രൂശ. ക്രൂശ് വരെ ഒരു പരീക്ഷ ഒഴിവാക്കിയില്ല. പരീക്ഷ ഒഴിവാക്കുന്നവൻ അല്ല, പരീക്ഷ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. അതുകൊണ്ടാണ് നമ്മൾ വാഴ്ത്തപ്പെട്ട കർത്താവിനെ പറ്റി സ്വർഗത്തിൽ 24 മൂപ്പന്മാരും 4 ജീവികളും കിരീടങ്ങളെ താഴെയിട്ടുകൊണ്ട് പറയുക, കുഞ്ഞാട് അവിടുന്ന് യോഗ്യൻ. അവിടുന്ന് അറുക്കപ്പെട്ടു, അതുകൊണ്ട് യോഗ്യനായത്. പരീക്ഷ സഹിച്ചുകൊണ്ട് യോഗ്യനായത്. അതുകൊണ്ടാണ് നമ്മുടെ രക്ഷയ്ക്ക് കാരണഭൂതനായി തീർന്നത്. That was a very brilliant answer, sir. Yeah. അടുത്ത ചോദ്യം. Please explain Matthew chapter 27 verse 52 and 53. And the graves were opened, and many bodies of the saints who had fallen asleep were raised, and coming out of the graves and appeared to many. മലയാളത്തിൽ 52-ാം വാക്യം. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു, നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റ് അവനെ പുനരുത്ഥാനത്തിന് ശേഷം കല്ലറകളെ വിട്ട് വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി. ഈ വാക്യത്തിന്റെ ഒരു വിശദീകരണമാണ് ചോദ്യകർത്താവ് ചോദിച്ചിരിക്കുന്നത്. ഈ വാക്യത്തിന്റെ വിശദീകരണത്തിലേക്ക് പോയാൽ എവിടെ ചെന്ന് അവസാനിക്കാനാ? എവിടെ ചെന്ന് അവസാനിക്കാനാ? നമുക്ക് ഈ വാക്യത്തിന് ഒരു അനാലജി കൊടുക്കാം, ഒരു സാമ്യരൂപം കൊടുക്കാം. ഒരു പടുവൃക്ഷത്തിൽ കുറെ ഇത്തിൾ കണ്ണികൾ ഇങ്ങനെ പിടിച്ചു കിടപ്പുണ്ട്. ഇത്തിള്, പാരസൈറ്റ്സ്, നല്ല വളർച്ചയുള്ള ഇത്തിൾ കണ്ണികളാണ്. അതിന് കുറെ വള്ളികളും അതിനെ വലിഞ്ഞു കയറ്റിയിട്ടുണ്ട്. അപ്പം ഇത് വെട്ടിയിടുന്നു പറഞ്ഞാൽ അസാധ്യമാണ്. വെട്ടിയിടുന്ന അസാധ്യമാണ്. കൊടുങ്കാറ്റുകൊണ്ടൊന്നും ഒരു രക്ഷയില്ല. അപ്പൊ വലിയൊരു ട്രീ കട്ടർ, മെഷീൻ കട്ടർ വന്നിട്ട് ഇതിന്റെ ബേസ്മെന്റ് അങ്ങ് കട്ട് ചെയ്തു. ഇത് മറിഞ്ഞങ്ങ് വീണു. മറിഞ്ഞു വീണപ്പോ ഇതിന്റെ കൊമ്പയിലാണ് ഇത്തിക്കള്ളികൾ എന്ത് ചെയ്യും? അതിപ്പോഴും ആകാശം നിൽക്കുകയാണോ? അവനിക്ക് താഴെ പോയി അല്ലേ? വലിഞ്ഞു കയറിയ വള്ളികൾ എന്ത് പറ്റി? അതും താഴെ വീണു. ഇതൊരു അനാലജി. രണ്ടാമത്തെ ഒരു അനാലജി ഞാൻ പറഞ്ഞാൽ, ഞങ്ങൾ ടീച്ചേഴ്സിൻ്റെ ഇടയിൽ പറയുന്നൊരു കാര്യമായിരുന്നു. മാം കുഡ് വെരി വെൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഞാനിപ്പോൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്ലാസ് എടുത്തുകൊണ്ട് രാവിലെ എനിക്ക് മോർണിംഗ് ടൈം എനിക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്ലാസ്സിലായിരുന്നു മോർണിംഗ് സെഷൻ. ആഫ്റ്റർനൂൺ സെഷൻ ഞാൻ അണ്ടർ ഗ്രാജുവേറ്റ് ക്ലാസ്സിൽ പോവുക. ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്ലാസ്സിൽ നിന്ന് അണ്ടർ ഗ്രാജുവേറ്റ് ക്ലാസ്സിലോട്ട് ക്ലാസ് എടുക്കാൻ പോകുമ്പം ഏതാണ്ട് അവിടെ പഠിപ്പിച്ച പല കാര്യങ്ങളും അവിടെ ഉപയോഗിച്ച വെക്കാബുലറിയും ഇതൊക്കെ എൻ്റെ മനസ്സിൽ കിടക്കുക. അത് ഈ പിള്ളേർക്കും അത് കുറച്ച് കേൾക്കാൻ കഴിയും. അതിന് ട്രാൻസ്ഫറൻസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അവിടെയുള്ള കുറച്ച് നോളജ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. ഞാൻ പഠിപ്പിച്ച കോളേജിൽ
ഉം. നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്ലാസ് എടുക്കുന്നത് കുറച്ച് അധ്യാപകരേ ഉള്ളൂ. ഉം. ബാക്കിയുള്ളവർക്കൊന്നും അത് പേടിയാണ്. ഉം. അവർക്കൊരു കോൺഫിഡൻസ് ഇല്ല PG ക്ലാസ്സിൽ പഠിപ്പിക്കാമെന്ന്. നമ്മളവരെ ഫോഴ്സ് ചെയ്യത്തൊന്നുമില്ല, അതെ ആരെയും നമ്മൾ അതെ ഫോഴ്സ് ചെയ്യത്തില്ല. പക്ഷെ അതെ. ചിലർക്കാണെങ്കിൽ വലിയ ക്രൈസാണ്. ഉം. പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്ലാസ് പോകുന്നത് വലിയ ക്രൈസാണ്. ഉം. അപ്പോൾ ഈ എല്ലാ എനർജിക്കും പവറിനും ഡിപ്പെൻഡൻസിനും ഒരു ട്രാൻസ്ഫറൻസ് എഫക്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു വന്നത്. ഉം. അതെ അതെ ഐത്തിൽക്കണിക്ക് ഈ മരത്തിന് എന്ത് സംഭവിക്കുന്നു, ആ സംഭവിക്കുന്ന ഇഫക്റ്റ് ഐത്തിക്കലിലേക്ക് വന്നു, അത് താഴെ വീണു. അതെ അതെ. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിപെൻഡന്റ്. അപ്പം ആ മെയിൻ സ്ട്രക്ചറിന് എന്ത് സംഭവിക്കുന്നു, ആ ഇഫക്റ്റിന്റെ ഒരു ട്രാൻസ്ഫറൻസ് ഇങ്ങോട്ട് കിട്ടും, അതെ. അല്ലേ? ഉം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കല്ലറയിൽ കിടക്കുക, ഉം. ക്രൂശിക്കപ്പെട്ടു. ഉം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ക്രൂശിക്കപ്പെടുമെന്ന് പറയുമ്പോൾ ദൈവം കൈവിട്ടിടങ്ങ് പോയെന്നൊന്നും അല്ല. എൻ്റെ ദൈവം അതെ. എൻ്റെ കൈവിട്ടെന്ന് പറയാം, നമ്മൾ ഉം. മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതെ. ഉം. അത് ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പറ്റി തന്നെ ദൈവശക്തിയും ദൈവജ്ഞാനവും ക്രൂശിക്കപ്പെടുന്ന സ്ഥലത്തുണ്ട്. ഉം. എന്തുകൊണ്ട്? കാര്യം ഇതാ, ഇത്ര സമയത്ത് മരിക്കണം, ഉം. ഇന്ന കാര്യങ്ങൾ അതുപോലെ സംഭവിച്ച് നടന്നിരിക്കണം. ടൈം സ്കീമിൽ ഒരു ചെറിയ പിഴവ് പോലും വരാതിരിക്കുന്നതിന് വേണ്ടി ആരായി ക്രൂശിൽ കിടക്കുന്ന വഴിയോക്കനോ? ഉം. ദൈവത്തിന്റെ ഏക ജാതനായ പുത്രൻ, ദി ഓൺലി ബിഗോട്ടൻ സൺ. ഈ പുത്രൻ ക്രൂശിൽ കിടക്കെന്ന് പറയുന്നത് ഓക്കെ, ഇറ്റേണിറ്റിയുടെ ഗ്രേറ്റസ്റ്റ് പ്ലാനാ. ഉം. ഉം. ഇറ്റേണിറ്റീസ് ഗ്രേറ്റസ്റ്റ് പ്ലാനാണ്. ഉം. ഗ്രേറ്റസ്റ്റ് പ്ലാൻ നിറവേറുന്നതിന് വേണ്ടി പുത്രൻ ക്രൂശിൽ കയറാൻ പോവാ. ഉം. അപ്പം പിതാവ് എവിടെ ആയിരിക്കും? പരിശുദ്ധാത്മാവ് എവിടെ ആയിരിക്കും? ദൂതന്മാരെന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അവർ മുഴുവൻ ഈ കാര്യം സാധ്യമാക്കുന്നതിന് വേണ്ടി ഒരു വലിയ സെറ്റപ്പ് കർത്താവിന്റെ പിന്നിലുണ്ട്. ഉം. ആ വലിയ സെറ്റപ്പ് കർത്താവിന്റെ പിന്നിലുണ്ട്. ഉം. ക്രിസ്ത്യാനിറ്റീസ് അൺഹേർഡ് മെസ്സേജ് ആണ് ഈ പറയുന്നത്. അതെ അതെ. ക്രിസ്ത്യാനിറ്റീസ് അൺഹേർഡ് മെസ്സേജ്. അൺഹേർഡ് മെസ്സേജ്. ഒരു ചെറിയ ഉദാഹരണം ഞാൻ വീണ്ടും പറഞ്ഞാലേ, ഇപ്പം നമ്മുടെ കോളേജിന്റെ ഒരു പുതിയ കെട്ടിടമൊക്കെ പണിതു. ആ ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രൈം മിനിസ്റ്ററെ വിളിക്കുന്നിരിക്കട്ടെ. പ്രൈം മിനിസ്റ്റർ വരാമെന്ന് പറഞ്ഞു. പ്രൈം മിനിസ്റ്റർ വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി ഫോഴ്സ് അവിടെ മുഴുവൻ കവർ ചെയ്ത് കഴിയും. ആണല്ലോ? അതെ അതെ. വരുമ്പോഴത്തേക്ക് അതിന് വായിക്കേണ്ട കാര്യങ്ങൾ മുഴുവൻ അവിടെ റെഡി ആയി കഴിയും. ആ ഹോൾ അറ്റ്മോസ്ഫിയർ ഒരു കണക്കിൽ പറഞ്ഞൊരു പാനിക്കലാണ്. മയക്കുകാരന്മാരാണ് ഏറ്റവും പാനിക്കല്. എന്തെങ്കിലും പിഴവ് പറ്റിപ്പോയി അവന്റെ അല്ലേ, മുഴുവൻ പാനിക്കൽ നിൽക്കുക. അപ്പം രാജ്യത്തിന്റെ മുഴുവൻ പവർ ഫോഴ്സ് എവിടെ നിൽക്കുക? ആ പർട്ടിക്കുലർ സ്ഥലത്ത് ഈ പ്രൈം മിനിസ്റ്റർ പിന്നിൽ നിൽക്കുക. ഫോക്കസ് പ്രൈം മിനിസ്റ്ററിലാണ്. ഈ ഉദ്യോഗസ്ഥന്മാരിലും അവരുടെ കഴിവിലും അവരുടെ തോക്കിലും പിച്ചാത്തിലും അല്ലേ? അവിടെ വരുമ്പം ഒരു കള്ളൻ അവിടെ നിൽക്കാൻ പറ്റുമോ? എന്തെങ്കിലും വേലതരം കാണിക്കാൻ ഒരുത്തനവിടെ കയറാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ഇതിന് ഇംഗ്ലീഷിലെ ഗാൽവനൈസ് എന്ന് പറയുമേ. ഗാൽവനൈസ്. ആ സെൻട്രൽ ഫോക്കസിന്റെ പവറായ ദേശം മുഴുവൻ പിടിച്ചു വെച്ചിരിക്കുക അല്ലേ? അപ്പൊ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ മരണമെന്ന് പറഞ്ഞാൽ മരിച്ചവരുടെ ഉയർപ്പ് എന്നല്ലാതെ എന്താകും? അല്ലേ? അവന്റെ മരണം എന്ന് പറഞ്ഞാൽ മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? കർത്താവ് അങ്ങോട്ട് ക്രൂശിൽ തന്റെ ജീവനെ വെക്കുകയും അവിടെ വ്യാപരിച്ച ദൈവശക്തിയുടെ ഇഫക്റ്റിൽ ആ റീസെന്റ് ടൈമിൽ കല്ലറയിൽ പോയ ആളുണ്ടല്ലോ, മുഴുവൻ കല്ലറ തുറക്കുക, തുറക്കുക. മഹാശക്തി കൊണ്ട് ആ ഏരിയ മുഴുവൻ
മുഴുവനും. ഈ പവർ കയറി പിടിച്ചു. ഉം. മാത്രമല്ല ഭൂകമ്പം ഉണ്ടായി. ഭൂകമ്പം ഉണ്ടായി. അതെ. കാരണം പാറകൾ ദൈവത്തിന് പിളർന്നു. ഭൂമിക്കടിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഭൂമിക്ക് സഹിക്കാൻ പറ്റുമോ? ആലോചിച്ച് ഈ ആളിനെ സ്വർഗത്തിലും സ്വർഗാദി സ്വർഗങ്ങളിലും അടങ്ങാത്ത ഈ ആള് ഈ ഭൂമിയുടെ അധോഭാഗത്തേക്ക് ഇറങ്ങി പോകുന്നു പറഞ്ഞാൽ ഭൂമിക്ക് ഇദ്ദേഹത്തെ കണ്ടെയ്ൻ ചെയ്യാൻ, ഉൾക്കൊള്ളാൻ ഈ ഭൂമിക്ക് കഴിയുമോ? കഴിയത്തില്ല. ഇതാരാ? ഭൂമി വിറക്കി. ആരാണ് ഇറങ്ങി വരുന്നത്? അല്ലേ? ആ ശക്തിയുടെ പ്രഭവത്തിൽ, ആ ട്രാൻസ്ഫറൻസ് എഫക്റ്റിൽ, ദാറ്റ്സ് റൈറ്റ് വേർഡ്, ആ ട്രാൻസ്ഫറൻസ് എഫക്റ്റിൽ ഭൂമി വിറച്ചുപോയി. കല്ലറയൊക്കെ പൊട്ടിപ്പോയി, കീറിപ്പോയി. കല്ലറയൊക്കെ ഈ കല്ലുകൾ, പാറകൾ പിളർന്നു. കല്ലറ തുറന്നുപോയി. അപ്പം ക്രിസ്തുവിന്റെ മരണം എന്ന് പറഞ്ഞാൽ മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? റോമാലേഖനം 11 അധ്യായം. അവിടെ എന്താ സംഭവിച്ചത്? ജീവൻ തിരിച്ചു വരുന്നു. ജീവൻ നമുക്ക് ഇറ്റ്സ് എ സ്പിരിച്വൽ സുനാമി. അറബിക്കടലിന്റെ അടിയില് എന്തോന്ന് പൊട്ടിയോ? എന്താ അഗ്നിപർവ്വതം പൊട്ടി അറബിക്കടലിന്റെ അടി. കേരളത്തിൽ ഉറങ്ങാൻ കിടന്നതിന്റെ മണ്ടയ്ക്കാണ് വെള്ളം വന്ന് കയറിയത് എന്ന് പറയുമ്പോൾ ഈ ആള് ഭൂമിയുടെ അധോഭാഗങ്ങളിലൊക്കെ ഇറങ്ങാൻ പോയത് ഭൂമിക്ക് അതിന്റെ കൺട്രോൾ പോയി. തിങ്ക് വാട്ട് ഇറ്റ് ഈസ്. നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഒരു തന്നെ ആൾക്കാർ പിടിച്ചോണ്ട് ക്രൂശിച്ചു. ആൾക്കാർ പിടിച്ചോണ്ട് പോയി ഒരു സാധാരണ വ്യക്തിയെ പോലെ അല്ലേ ക്രൂശിച്ചു. ദ പവർ ഓഫ് ദ ക്രോസ്, ക്രൂശിന്റെ ശക്തി എന്നുള്ള വിഷയം നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമുക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഒരു മണ്ണാങ്കട്ടി അറിയത്തില്ല. ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഒന്നും അറിയത്തില്ല. അപ്പൊ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടും സാധാരണ മരണം പോലെ ഭൂമിയിൽ ഇറങ്ങിയത് വലിയ പവർ ഉണ്ടല്ലോ. ആ പവർ ആ ഏരിയ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടപ്പോഴത് അവിടെ സംഭവിച്ച കാര്യമാണ് മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രിസ്തു ആരായിരുന്നു, തൻ്റെ മരണത്തിൽ സ്വർഗം ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ, സ്വർഗം തന്നെ കൈവിട്ടിട്ട് വേറെ പണിക്ക് പോയോ, അതോ എവറി സെക്കൻഡിൽ തന്നെ സ്ട്രെങ്തൻ ചെയ്യാൻ കൂടെ ഉണ്ടായിരുന്നു? വാസ് ഹെവൻ വിറ്റ്നസിങ് ഇറ്റ്? ഡിഡ് ദ പവർ ഓഫ് ഗോഡ് കം ഡൗൺ? That's the question. That is the question. May hope that the answer is clear, Mom. ഈ സെഷൻ പ്രേക്ഷകർക്ക് അനുഗ്രഹമായി നിങ്ങൾ കരുതുന്നു. തുടർന്ന് നിങ്ങളുടെ ചോദ്യങ്ങൾ ഞങ്ങളെ അറിയിക്കുക. May God bless you and thank you once again.